ഇവിടെ പണികളൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അല്ല, ഇതൊന്ന് തിരുമ്പണമൊന്നും കേട്ടില്ലല്ലോ. അതൊക്കെ ഊരവേദനയായിട്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിരുന്നു. പിന്നെ കുട്ടികളതൊക്കെ കുറേ തിരുമ്പാണ്ടായിരുന്നു. വാഷിംഗ് മെഷീനിൽ തിരുമ്പൂ. ഈ പെണ്ണെന്താ ഈ ഫോൺ എടുക്കാത്തത്? എത്ര നേരം ഞാൻ വിളിക്കുന്നു. ഇത്ര തോനെ മല മറിച്ചിന പണി ഉണ്ട് അവിടെ. ഹലോ ജെസ്സിയെ, എന്താ പാട്? മാട്ടിക്ക് സുഖല്ലേ? സുഖാണമ്മ. ഇവിടെ ഒരുപാട് പണികളുണ്ട്. തിരുമ്പാനാണ് ഏറ്റവും കൂടുതലുള്ളത്. ആ തള്ളക്ക് കജ്ജിനും കാലിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. പിന്നെന്താ തള്ളക്ക് ചെയ്താൽ? തള്ള ചെജൂല, മകനും അതിന് സൈഡ് നിൽക്കുകയാണ്. എൻ്റെ മാപ്പിള ആ തള്ളയുടെ സൈഡാലേ. ഇവിടെ ഉണ്ടൊന്നും ഒരു പണി എടുക്കൂല. എല്ലാ പണിയും ഞാൻ ഒറ്റക്ക് ചെയ്യണം. എൻ്റെ അമ്മ അവിടുന്ന് ഒച്ച കേൾക്കണത്? അപ്പത്തെ താത്തയെ ആ ഓല് തിരുമ്പാണ് അവിടെ, അതിൻ്റെ സൗണ്ടാണ്. എന്നാ അമ്മാട്ടിക്ക് വെജെങ്കിൽ 2 ദിവസത്തിനോട് പോരെ. സ്കൂൾ മദ്രസ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ 2 ദിവസത്തിന് ഇങ്ങോട്ട് പോരെ. ഇമ്മ ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഇവിടെ വാഷിംഗ് മെഷീൻ വെറുതെ ഇരിക്കുന്നുണ്ട്. എന്നാൽ അത് കൊണ്ടുപോകും ചേച്ചി. അപ്പം അവിടെ വാഷിംഗ് മെഷീൻ വേണ്ടേ? വാഷിംഗ് മെഷീനിലും തിരുമ്പില്ല. ഓള് കല്ലുമ്മട്ടിട്ടാണ് തിരുമ്പുള്ളൂ. പിന്നെ ഞാനല്ല അധികം കല്ലുമ്മട്ടിട്ട് തിരുമ്പുന്നത്. ഓളൊന്നും ചെയ്യൂല. എന്നാ അമ്മാട്ടി ഇങ്ങോട്ട് പോരെ. എൻ്റെ മകളൊക്കെ ഒരു കഥേ. അല്ല, നിങ്ങളെന്തിനാ വാഷിംഗ് മെഷീൻ ഇപ്പം താത്താക്ക് കൊടുക്കണത്? ഓരോ വീട്ടിൽ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഉള്ളത് ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ കുട്ടികളതൊക്കെ തിരുമ്പണതല്ലേ. പിന്നെ നമ്മളെ പുതപ്പും കാര്യങ്ങളൊക്കെ തിരുമ്പിടുന്നതല്ലേ. ഇജ്ജ് കല്ലുമ്മ തിരുമ്പിയാൽ മതി. എൻ്റെ കുട്ടിക്ക് വയ്യാതിരിക്കണം. അപ്പോൾ ഓളൊന്നാടി ഇരുന്ന് തിരുമ്പിക്കോട്ടെ. അണക്ക് വാഷിംഗ് മെഷീനൊന്നും വേണ്ട. കറണ്ട് ബില്ലേ ഇജ്ജൊന്നല്ലല്ലോ അടക്കണത്, എൻ്റെ മകനാണ്. അതുകൊണ്ട് ഇജ്ജ് കല്ലുമ്മ തിരുമ്പിയാൽ മതി. ആ വാഷിംഗ് മെഷീൻ ഓള് കൊണ്ടുപോയിക്കോട്ടെ. ഓളൊരു വാഷിംഗ് മെഷീൻ ഇട്ട് വന്നിക്കും. പിന്നെ ഞാൻ ഇന്ന് താത്ത വരികയാണെന്നുണ്ടെങ്കിൽ 2 ദിവസത്തിന് എൻ്റെ പെരേക്കോട്ടെ. കുറേ ദിവസമായില്ലേ പോയിട്ടൊക്കെ. കുട്ടികൾക്കാണെങ്കിൽ നാളെയും മറ്റന്നാളും സ്കൂളും മദ്രസ ഒന്നുമില്ല. അപ്പം എന്നാൽ 2 ദിവസമെങ്കിൽ 2 ദിവസം അവിടെ പോയി നിന്നോട്ടെ. ഞാൻ പെരേക്കോവേ ഓള് വെജാതെ വരികയാണ്. അപ്പോൾ ഓളെ എടുത്ത് 2 ദിവസം നിൽക്കണം. കുട്ടികൾക്ക് സ്കൂൾ മദ്രസും കൂട്ടിക്കോട്ടെ. അനക്ക് എന്താണ് ഇത്ര തോനെ മലമറിച്ചിന പണിയുള്ളത്? എൻ്റെ മകനൊന്ന് വിളിക്കട്ടെ. അവനോട് ഞാൻ ചോദിച്ചു നോക്കട്ടെ ഇജ്ജ് പോവാൻ പറഞ്ഞിക്കണമെന്നുള്ളത്. ഇവിടുന്ന് എവിടേക്കും പോകാനൊന്നും പറ്റൂല. ആരപ്പ ഈ നേരത്ത് ബെല്ലടിക്കണേ? കേടുവായോ? ആയിക്കോട്ടെ. ആരാണ് വർത്താനം പറഞ്ഞേ? അല്ലാ, അമ്മാടെ കുട്ടി വന്നാ ഇരിക്കട്ടാ. എന്താണ് ഇങ്ങനെ നിന്ന് ആലോചിക്കണത്? എന്നോട് ഞാൻ ഓൾക്ക് തുള്ളി വെള്ളം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞയച്ചത്. ഞോളിവിടെ 2 ദിവസം ഉണ്ടാവും. ഓളെല്ലാ കാര്യങ്ങളും ഇജ്ജന്നെ നോക്കണം.